മനുഷ്യാവകാശ ദിനത്തിൽ മാനുഷിക മൂല്യത്തെയും മാനവകുലത്തെയും ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യൻ്റെ അവകാശങ്ങളെ ഉറപ്പുവരുത്താനും ഒത്തൊരുമയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ 4ാമത് വാർഷിക സമ്മേളനം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ഉദ്ഘാടനം ചെയ്തു. GHRT ദേശീയ ചെയർമാൻ HR റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വരും നാളുകളിൽ മികച്ച മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ സമിതി തീരുമാനം കൈക്കൊണ്ടു. കേരള കമ്മിറ്റി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അതിലൂടെ ധാരാളം അവാർഡുകളും ഡോക്ടറേറ്റുകളും കൈവരിച്ചത് മികച്ച പ്രവർത്തന ഫലമാണെന്നും ചീഫ് ഗസ്റ്റ് GHRT ദേശീയ ചെയർമാൻ ഡോക്ടർ HR റഹ്മാൻ അഭിപ്രായപ്പെട്ടു. നിശ്ചിത മെമ്പർമാർ പങ്കെടുത്ത പരിപാടിയിൽ GHRT ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ സുരേഷ് കുമാർ, KPC അംഗം അഡ്വക്കേറ്റ് വിൻസെൻ്റ് ഡി പോൾ, ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ വെഞ്ഞാറമൂട് ഷാജി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MH ഹുമയൂൺ കബീർ, തമിഴ്നാട് പ്രസിഡന്റ് ഡോക്ടർ പത്മകുമാർ, ഡോക്ടർ A താജുദ്ദീൻ പുഴനാട്, ഡോക്ടർ N ഷംസുദ്ദീൻ ഹാജി, ഡോക്ടർ അബ്ദുൽ കലാം മിസ്ബാഹി, ഡോക്ടർ TA റഹീം, ഷഹീർ മാഷ്, ഡോക്ടർ ആബു ആമീർ ബക്കർ കണ്ണൂർ, ഡോക്ടർ അബ്ദുൽ നാസർ ആലപ്പുഴ, വാഹിദ് വൈദ്യർ മസ്കറ്റ്, ഡോക്ടർ താജുദ്ദീൻ M, ഡോക്ടർ K അരൂജ്, ഡോക്ടർ S നസീർ, ഡോക്ടർ രാഗിണി, ഡോക്ടർ ഷാജിദ തുടങ്ങിയവർ സംസാരിച്ചു. കേക്ക് മുറിച്ച് 4ാം വാർഷികാഘോഷം മധുരം വിളമ്പി സമ്മേളനം പര്യവസാനിപ്പിച്ചു. ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റിന്റെ കീഴിൽ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ലോകത്തെ 5 രാജ്യങ്ങളിലും 8 ദ്വീപുകളിലായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. അതിൽ എന്നെ ആകർഷിച്ച ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ 4 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ കേരള ഘടകത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒന്നാണ് നമ്മുടെ ഘടകമെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. Actually, in the dais, Shri A. Rashid, the chairman of Minority Commission, Government of Kerala, is a veteran leader and honorable chairman of the commission. His presence is here. Then our national chairman A.R. Rahman is a dynamic fellow. His presence is also here. വൈജ്ഞാനിക മേഖലയിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന ലോകോത്തര സംഘടനയാണ് ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ്. വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യ സമൂഹത്തെ സാഹോദര്യ സമാധാന പാതയിൽ ഊന്നിയ വികസന പ്രോത്സാഹനത്തിനായി പ്രവർത്തന സജ്ജമായി തീർക്കുന്ന ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് ഭാരത സർക്കാരിന്റെ നീതി ആയോഗ് പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിലും രാഷ്ട്ര പുരോഗതിയിലും വികസനത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. രാജ്യത്തിന്റെ 27 സംസ്ഥാനങ്ങളിലും 8 ദ്വീപുകളിലും 5 രാജ്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് അന്തർദേശീയ ഓഫീസ് വാഷിംഗ്ടണിലും ദേശീയ ഓഫീസ് ന്യൂഡൽഹിയിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്നു. GHRTയുടെ കേരളത്തിന്റെ 4ാമത് വാർഷിക സമ്മേളനമാണ്, ആനിവേഴ്സറിയാണ്. ഈ സംഘടനയുടെ ഉദ്ദേശത്തെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ അധ്യക്ഷനും ഉദ്ഘാടനവും സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ബാലരാമപുരം അഷ്റഫ് ഞാനും ശ്രീ അഷ്റഫുമായി ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തെ നിരന്തരമായ ബന്ധമാണ്. ഞാനൊരു സംഘടനയുടെ ചെയർമാനും അദ്ദേഹം അതിന്റെ പ്രസിഡന്റുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റിന്റെ
ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ആ സംഘടനയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടിയായി. അപ്പോൾ GHRTയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ ജമാഅത്ത് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റും എന്ന 2 പദവികൾ അദ്ദേഹം ഇന്ന് അലങ്കരിക്കുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ വിൻസെന്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ എത്ര പദവികൾ ഏറ്റെടുത്താലും ആ പദവിയുടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആ സംഘടനയ്ക്ക് വേണ്ടി അക്ഷീണം അഹോരാത്രം പണിയെടുക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ഡോക്ടർ മാധവരാമൻ മാസ്റ്റർ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ ഒരു ചടങ്ങ് വളരെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെടുന്നത്. And immense pride that I stand before you today, here in the verdant and vibrant land of Kerala, in the historic city of Thiruvananthapuram, as we mark a significant milestone, the 4th anniversary of Global Human Rights Trust. 4 years, we may seem a brief span in the grand tapestry of human history, but in the relentless pursuit of justice, in the tireless struggle for dignity, these 4 years have been a testament to unwavering commitment, collective resilience, and the enduring power of peace. 4 years ago, we embarked on a journey fueled by a simple yet profound conviction that every individual, regardless of origin, belief, or circumstances, inherently endowed with rights. The rights that are universal, inalienable, and interdependent. പ്രിയമുള്ള സഹോദരങ്ങളെ, മാന്യ വ്യക്തിത്വങ്ങളെ, ജമാഅത്ത് കൗൺസിലിൻ്റെ ലീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ലീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, യാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. GHRT ഇന്ത്യയുടെ 4ാം വാർഷിക സമ്മേളനം ഈ ജൂൺ 14 തിരുവനന്തപുരം KTDC ചൈത്ര ഹോട്ടലിൽ നമ്മളുടെ ബഹുമാനായ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AR റസീദ് സാർ ഒക്കാണത്തോട് തുടക്കം കുറിച്ച വേദിയിൽ നമ്മളുടെ ചീഫ് ഗസ്റ്റായി GHRT ഇന്ത്യയുടെ നാഷണൽ ചെയർമാൻ ഡോക്ടർ HR റഹ്മാൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ വളരെ പങ്കുവയ്ക്കുകയായിരുന്നു. ആ പരിപാടി വിജയത്തിലേക്ക് വേണ്ടി നമ്മളുടെ കോൺഗ്രസിൻ്റെ നേതാവായ KPCC മെമ്പർ അഡ്വക്കേറ്റ് M വിൻസെന്റ് ഡി പോൾ, മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹുമൈൻ കബീർ സർ, ജമാഅത്ത് കൗൺസിൽ നാഷണൽ പ്രസിഡന്റ്, ജമാഅത്ത് കൗൺസിലിൻ്റെ നാഷണൽ ചെയർമാൻ വെഞ്ഞാറമൂട് MS ഷാജി സാർ, അതുപോലെ തന്നെ നമ്മളുടെ തമിഴ്നാട് GHRT ഇന്ത്യയുടെ പ്രസിഡന്റ് പത്മകുമാർ സാർ, അതുപോലെ തന്നെ നമ്മളുടെ നെയ്യാറ്റങ്കര മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MA സാദത്ത് സാർ, കൂടാതെ ലേബർ കൗൺസിലിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷഹീർ മാഷർ, ആലിം കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ കലാം മിസ്വാഹി തുടങ്ങിയ പല നേതാക്കൾ പങ്കെടുത്തിട്ടുള്ള ഒരു കുടുംബസഭമായി സംഘവുമായാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട നാഷണൽ ചെയർമാൻ ഡോക്ടർ HR റഹ്മാൻ സാറിന് നമ്മളുടെ ന്യൂനപക്ഷ കമ്മീഷൻ അഡ്വക്കേറ്റ് AR റസീദ് സാറിൻ്റെ സ്നേഹം നിറഞ്ഞ പൊന്നാടകളും പുരസ്കാരവും നൽകുന്നതായിരുന്നു. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും ഒരുപാട് മികവുകൾ
ഉണ്ടായ നിറസാന്നിധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർ സഞ്ജിത്ത് ഉൾപ്പെടെ ഡോക്ടർ സഞ്ജിത്ത്, അതുപോലെ ഡോക്ടർ അരൂജി ഉൾപ്പെടെവർക്കൊക്കെ, ഡോക്ടർ താജുദ്ദീൻ ഉൾപ്പെടെവർക്ക് പുരസ്കാര അവാർഡുകളും മനുഷ്യാവകാശ സംഘടനയുടെ ഭാഗമായി കേരളത്തിൽ ഒരുപാട് രീതിയിൽ ജനസേവനം 4 വർഷം കൊണ്ട് ചെയ്തത് മാത്രമല്ല, ഈ 4 വർഷത്തിൽ തന്നെ ഒത്തിരി ജനസേവനം ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഈ കമ്മിറ്റിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച് ഈ വളർച്ചയിൽ എന്നോട് കൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ എ താജുദ്ദീൻ സാറിനും ഡോക്ടർ അരൂജി സാറിനും അതുപോലെ തന്നെ സെക്രട്ടറി കണ്ണൂർ അമീർ അബൂബക്കർ സാറിനും ഇതിൻ്റെ ഒരു വലിയ ഒരു പങ്കുണ്ട്. കൂടാതെ ഇതിൻ്റെ അഡ്വൈസർമാരായി ഡോക്ടർ NB സുരേഷ് കുമാർ സാർ, അതുപോലെ തന്നെ ഡോക്ടർ M താജുദ്ദീൻ സാർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി വരുന്ന ഡോക്ടർ N ശംസുദ്ദീൻ ഹാജി, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ട് സംഘടനയുടെ ഭാഗമായി നിറസാന്നിധ്യം അനിക്കുന്ന ഡോക്ടർ T ആരപ്പുഴ റഹീം സാർ ഉൾപ്പെടെ പലരുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി ഈ സേവനം നമുക്ക് തുടക്കം കുറിക്കാൻ കാണിച്ചു. ഇതിൻ്റെ ഭാഗമായി നിറസാന്നിധ്യമുള്ള ഒത്തിരി പേരെ ആദരിച്ചുകൊണ്ട് തന്നെ നമ്മൾ റഹ്മാൻ സാർ അവരുടെ GHRT ഇന്ത്യയുടെ ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഹോണററി ഡോക്ടറേറ്റ് വാങ്ങിച്ച വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം കുടുംബ സമേതം തന്നെ നടത്താൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഈ 4ാം വാർഷിക സമ്മേളനത്തിന് വേണ്ടി ഏകദേശം 4 ദിവസം നമ്മളെ കൂടെ നിൽക്കുന്ന റഹ്മാൻ സാർ ഇന്ന് 14-ാം തീയതി തിരുവനന്തപുരം ചൈത്ര ഹോട്ടലിലും അതിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഭാഗമായി 15-ാം തീയതി നമ്മളുടെ ഹെഡ് ഓഫീസായ ബാലരാമപുരം GHRT ഇന്ത്യയുടെ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് തന്നെ അവിടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ട് തന്നെ പല പരിപാടികളും ആസൂത്രണം ചെയ്തതിൻ്റെ ഒപ്പം നമ്മളുടെ തമിഴ്നാട്ടിൽ നാഗർകോവിലും പത്മനാഭപുരത്തും അതുപോലെ തന്നെ കന്യാകുമാരിയിലും ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ട് ഒത്തിരി വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ടുള്ള സംഗമങ്ങൾ നടത്തി. കൂടാതെ ഇന്നും തിരുവനന്തപുരത്ത് 3-4 പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തോട് സാധിച്ച് ഏകദേശം 4 ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ HR റഹ്മാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വിടയത്ര അയക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞ സമയത്താണ് ഈ ഒരു ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നന്ദകുമാർ സാറിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ മീഡിയകൾ വന്ന് നമ്മളുടെ ന്യൂസുകൾ എടുത്തുകൊണ്ട് നമ്മൾ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളുടെ ഇത്ര ദൂരം വന്ന് ഞങ്ങളുടെ കമ്മിറ്റിക്ക് വേണ്ടി ഊർജിതമായി എല്ലാ ലെവലുകളിലും സഹകരിച്ച് നമ്മളുടെ ഡോക്ടർ റഹ്മാൻ സാർ, നമ്മളുടെ നാഷണൽ ചെയർമാൻ ഡോക്ടർ റഹ്മാൻ സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് അവരെ ഇവിടെ നിന്ന് നാളെ രാവിലെ 8:30 മണിക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന റഹ്മാൻ സാർക്ക് ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇതിൻ്റെ യാവർക്കും സ്നേഹമുള്ള നമസ്കാരം കൂടി ഇവിടെ വാങ്ങുന്നു. ജയ് നമസ്കാരം. ജയ് GHRT.